Dear students, hope you all are safe and fine. Once again, welcome back to my class. Today, we are going to deal with the leaf and its modification. In the previous two classes, we already discussed the roots and its different modification, and the second, the stem and its modifications. Today we are going to discuss the leaf and its modification. I have prepared a slide for you. Please take a notebook and write the lecture note. Please must watch this slide carefully. I will definitely ask the questions. Okay, shall we go through the slides? Let's go. Thank you. Okay students, let's start our session, a leaf and its modification. See the picture, how beautiful. Okay, already we know that leaf and its modification, but we not deeply look into them. In this session, we are deeply going to the leaf and its modification. So we are going to next slide. What you mean by a leaf? A leaf, it's a lateral flattened structure that arises from a node. A lateral means side of the stem. Okay, സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നാണ് ഇത് എറൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ആൻഡ് ദാറ്റ് അറൈസ് ഫ്രം എ നോഡ്. നിങ്ങൾക്കറിയാം, നന്നായിട്ടറിയാം നോഡ് എന്താണെന്ന്. സോ പ്രീവിയസ് ക്ലാസ് ഓൾറെഡി വി ആർ ഡിസ്കസിങ് അബൌട്ട് നോഡ് ആൻഡ് ഹൗ മെനി ടൈപ്സ് ഓഫ് ദി നോഡ്സ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് ദാറ്റ്. Okay, a node consists of, already we know that, meristemic tissues. Okay, meristemic tissues. Why I repeating this? This is an important factor. Meristemic tissue gives the vascular bundles. Okay, vascular bundle helps to transport of the water and minerals into the plants. Okay, and also help for the development of leaves. Okay, a leaf is a flattened structure that arises from a node. Then the next point is, leaf arises from the shoot meristem as leaf primordia. Please see the second picture that I marked as leaf primordium. See that primordium. Okay, ലീഫ് നമുക്കറിയാം. അതായത് ലീഫ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറയുമ്പോൾ തന്നെ ലീഫായി മുഴുവനായി വരികയല്ല ചെയ്യുന്നത്, മറിച്ച് ഫസ്റ്റ് അത് ഒരു വളരെ മൈക്രോസ്കോപ്പിക്, അതായത് മൈക്രോസ്കോപ്പിക് ടു മാക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. അതായത് ചെറിയ ലീഫ് വന്നിട്ട് പിന്നീട് അത് ചെറിയ ബഡ് വന്നിട്ട് അതിൽ നിന്ന് ലീഫ് റൈസ് ചെയ്തിട്ട് പിന്നീട് ലീഫിൻ്റെ ചെറുതായിട്ട് വന്നിട്ട് പിന്നീട് വലിയ ലീഫ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദ ലീഫ് പ്രൈമോഡിയ മീൻസ് ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, അതാണ് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് മാർക്കിങ് നോക്കിയ സെക്കൻഡ് പിക്ചറിൽ റെഡ് കളറിൽ സാറ് മാർക്ക് ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ കൈകൂപ്പി നിൽക്കുന്ന പോലെ ഉള്ള പോർഷനാണ് ലീഫ് പ്രൈമോഡിയം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് താഴത്തേതിലും. താഴെ ഒരു ലീഫ് അതായത് രണ്ടാമത്തെ വലിയ ലീഫ് പ്രൈമോഡിയ കണ്ടോ, അതും എന്താ പറയുന്നത്, ഇത് ഓരോ ലീഫ് പ്രൈമോഡിയം ഇങ്ങനെയാണ് എറൈസ് ചെയ്യുന്നത്. ഓരോന്നേ വന്ന് അടുത്തടുത്ത ലീവ്സായിട്ട് എറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഈച്ച് leaf possess a bud in its axis known as axillary bud. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആക്സിലറി ബഡ് എന്താണെന്നുള്ളത്. അതായത് എല്ലാ പ്രൈമോഡിയം എറൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ കുറച്ച് പോർഷൻസ്, അതായത് നിങ്ങൾ ആ ലീഫ് പ്രൈമോഡിയത്തിന് താഴെയുള്ള റെഡ് മാർക്കിങ്സ് ഒന്ന് ശ്രദ്ധിക്കുക. സെൻട്രൽ പൊസിഷനിൽ കാണുന്നത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമാണ്.
ഇവിടെ നിന്നാണ് ലീഫ്, അതായത് ലീഫിൻ്റെ ചെറിയ പ്രൈമോഡിയൽ ലീഫ് എറൈസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഏത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും എറൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ കുറച്ച് മെരിസ്റ്റമിക് ടിഷ്യൂസ് അവിടെ നിക്ഷേപിക്കും, അല്ലെങ്കിൽ അവിടെ ബാലൻസ് കിടക്കും. അതാണ് സാറ് രണ്ട് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്ന ചെറിയ ചെറിയ റെഡ് മാർക്കിങ്. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന രണ്ടാമത്തെ വലിയ ലീഫ് വന്നപ്പോഴുള്ള ബാലൻസ്ഡ് ടിഷ്യൂ ആണ്, മെരിസ്റ്റമിക് ടിഷ്യൂ ആണ് സാറിങ്ങനെ കൺപീലി പോലെ വരച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മെരിസ്റ്റമിക് ടിഷ്യൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നോഡ് അല്ലെങ്കിൽ ബഡ് എറൈസ്, ഈ നോഡ് പോർഷനിൽ നിന്നാണ് പിന്നീട് ബഡ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ആക്സിലറി ബഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് ലീഫ് പൊസസ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സിസ് നോൺ ആസ് ആക്സിലറി ബഡ്. ഇനി നമുക്ക് ഓൾറെഡി വി ഹാവ് നോ ദാറ്റ് leaves have chlorophyll and forms the main photosynthetic organs of a plant. Okay, the leaf bearing chlorophyll pigment, already know that that is called chlorophyll, and also that help for the photosynthetic, or that act as a photosynthetic organs of the plant. Let's see the next slide. What are the parts of a leaf? Okay, what are the parts of a leaf? Parts of the leaf consist of mainly, see the picture, and also what are the parts of the leaf. You know that from that picture: a leaf base, petiole and lamina. These are the three parts of the main parts of the leaf. What do you mean by leaf base? We know that the base, okay, the first starting position, ആ റെഡ് കളറിൽ വട്ടം വരച്ചിട്ടിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ ലീഫ് ബേസ്. എവിടെ നിന്നാണോ ലീഫ് എറൈസ് ചെയ്യുന്നത് ആ പോർഷനെയാണ് നമ്മൾ ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, then the petiole, then the second position is the petiole. Petiole means in front of the leaf base there is a stem like structure, slightly greenish in color. We call it as petiole. Petiole gives support to the leaf for facing towards light, okay, towards sunlight. Okay, and then the third part is called lamina, the entire നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചർ, അതിനെ പറയുന്ന പേരാണ് ലാമിന. അതുകൂടാതെ വേറെയും കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് ഒരു ലീഫിൻ്റെ മിഡിൽ പോർഷനിലൂടെ സാറൊരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിനെയാണ് പറയുന്നത് മിഡ്രിബ് എന്ന് പറയും. അതായത് സെൻട്രൽ പൊസിഷൻ ഓഫ് ദി ലീഫ് ഈസ് കോൾഡ് മിഡ്രിബ്. That is the main connecting link between the veins and the vein of the leaves. അതിനെയാണ് നമ്മൾ മിഡ്രിബ് എന്ന് പറയുന്നത്. മിഡ്രിബിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ധാരാളം വെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ, അതായത് മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെയിൻസ് ആൻഡ് ആർട്ടറി അല്ല, മറിച്ച് ഇത് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കാണ്, അതായത് വെയിനാണ്. ഓക്കെ, അതായത് വെയിൻസിന് ധാരാളം ബ്രാഞ്ചസ്, ദേ ആർ കണക്റ്റിംഗ്, ദേ ആർ ലിങ്ക്ഡ് വൺ അനദർ. ദേ carry out the function of the transport of the water and minerals also, and help for the photosynthesis. Okay, next slide. We can study the entire leaf parts more detailedly. First is leaf base. Part of the leaf, already I am told you that part of the leaf attached to the meristematic stem or axis, that is called leaf base. ഓക്കെ, സ്റ്റെമ്മിനോടോ ആക്സിസിനോടോ ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീഫ് ബേസ് എന്ന് പറയുന്നത്. ലീഫ് എറൈസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് സ്റ്റെമ്മിനോടോ ആക്സിസിനോട് ചേർന്നാണ് ലീഫ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളതിനെ ലീഫ് ബേസ് എന്ന് പറയുന്നത്. In monocotyledonous plants, the leaf base expands into a sheath-like structure that partially or fully encircles the stem.
Okay, in a monocotyledonous plants, already you have know that the seed having one embryonic leaf, that is called monocotyledonous plants, and the embryonic seed having two or more two embryonic leaf, that is called dicotyledonous plants. Okay, in monocotyledonous plants, here in monocotyledonous plants, the leaf base expands into a sheath-like structure. The partially or fully encircles the cell. Please look at the third picture. നമുക്കറിയാം പുല്ലുകളിലൊക്കെ നമുക്കറിയാം there is ഞാൻ പറഞ്ഞതുപോലെ പെറ്റിയോൾ എന്ന് പറയുന്നൊരു പോർഷൻ അല്ലെങ്കിൽ പെറ്റിയോൾ എന്ന് പറയുന്നൊരു പാർട്ട്, അതായത് സ്ലൈറ്റ്ലി ഗ്രീനിഷ് പാർട്ട് എന്ന് സാറ് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ അത് ലീഫിൽ നിന്ന് തുടങ്ങുന്ന സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, ഒരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള അതായത് ഒരു സ്റ്റിക്ക് ലൈക്ക് സ്ട്രക്ചർ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. പകരം സ്റ്റെമ്മിലേക്ക് ഇത് ഡയറക്റ്റ് ലീഫ് അറ്റാച്ച് ചെയ്യും. ആ തേർഡ് പൊസിഷൻ ഒന്ന് നോക്കിയാൽ, തേർഡ് പിക്ചർ ഒന്ന് നോക്കിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പുല്ലിലൊക്കെയാണ് നമ്മളത് സാധാരണ കാണുന്നത്. ഓക്കെ, പാർഷ്യലി ഓർ ഫുള്ളി എൻസൈക്കിൾ ദ സ്റ്റെംസ്, ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ടോ സ്റ്റെമ്മുമായിട്ട് അത് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത്, ഇൻ ഡൈക്കോട്ടിലഡോണസ് പ്ലാന്റ്സ് ഇറ്റ് മേ ബിയർ സ്റ്റിപ്യൂൾസ്. ഇനി സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക, അത് ഡൈക്കോട്ടിലഡോണസ് പ്ലാന്റ്സിലാണെങ്കിൽ അതൊരു സ്പെഷ്യൽ സ്ട്രക്ചർ. ദ ഡൈക്കോട്ടിലഡോണസ് പ്ലാന്റ്സ് പോസസ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്റ്റിപ്യൂൾസ്. ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കി, റോസൈൽ റെഡ് കളറിൽ സാറ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ലീഫ് അറൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു കവറിങ് പോലെ വേറൊരു ലീഫ് കൂടി വരും, അല്ലെങ്കിൽ ആ ലീഫ് പോലെ പൊസസ് ചെയ്യുന്ന ഒരു പാർട്ട് വരും. അതിനെയാണ് നമ്മൾ സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. സ്റ്റിപ്യൂൾസിൽ നിന്നാണ് അടുത്തടുത്ത ലീഫ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ബീൻ ഫാമിലി ദ ലീഫ് ബേസ് മേ ബി സ്വലൻ, അതായത് സ്വലൻ പറയുന്ന മറ്റൊരു പേരാണ്, ഓർ ഇറ്റ് മേ ബി സെറ്റ് ടു ബി പൾവിനസ്. ഓക്കെ, സെൻട്രൽ പിക്ചർ ഒന്ന് നോക്കിയേ, ഇത് നമ്മൾ പീ പ്ലാന്റ്സിലൊക്കെ ഓൾറെഡി കാണുന്നതാണ്. അതായത് ദ ലീഫ് ബേസ് എന്ന് പറയുന്നത് സ്വലനായിട്ട് കാണും. അതാണ് സാർ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുന്നത്, ഇത് വാട്ടർ അധികമായിട്ട് റിമൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് അധികം വാട്ടർ റിമൂവ് ആകാതിരിക്കാനുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലീഫിൻ്റെ ബേസിലുള്ള ഈ സ്വലനിങ് പോർഷൻ, ദാറ്റ് ഈസ് പൾവിനസ് പ്ലാന്റ്സ്. ഓൾറെഡി വി ഹാവ് ടു നോ ദാറ്റ്. മിമോസയിലൊക്കെ കണ്ടിട്ടില്ല, ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്, ദാറ്റ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദി പൾവിനസ് പ്ലാന്റ്സ്. ഓക്കെ, ഗോയിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് യു മീൻ ബൈ എ പെറ്റിയോൾ? അത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആലിൻ്റെയാണ്, നമുക്കറിയാം പീപ്പിൾ പ്ലാന്റ്. ഓക്കെ, നമുക്കറിയാം അതിൻ്റെ പെറ്റിയോൾ എന്ന് പറയുന്ന പോർഷൻ എന്താണ്. ഞാൻ ഓൾറെഡി ഐ എം ടോൾഡ് യു ദാറ്റ് ദ ലെങ്ത് ആൻഡ് പോർഷൻ ഫ്രം ദി ലീഫ് ബേസ്, സ്റ്റെമ്മായിട്ട് തോന്നിക്കുന്ന സ്ലൈറ്റ്ലി ഗ്രീനിഷ് ആയിട്ടുള്ള പാർട്ടാണ് പെറ്റിയോൾ എന്ന് പറയുന്നത്. ദ സ്റ്റോക്ക് ഓഫ് ദി ലീഫ് ഈസ് കോൾഡ് പെറ്റിയോൾ. ദ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് പെറ്റിയോൾ എന്ന് പറയുന്നത്. എ ലീഫ് ഈസ് പെറ്റിയോളേറ്റ് വെൻ ഇറ്റ് ഹാസ് എ പെറ്റിയോൾ. അതായത് ഒരു ലീഫ് പെറ്റിയോലേറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് പെറ്റിയോൾ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ സ്റ്റെം ലൈക്ക് ദ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ദാറ്റ് ഈസ് സെറ്റ് ടു ബി എ ലീഫ്. ഓക്കെ, ഇനി പെറ്റിയോൾ, what is the function of the petiole? Petiole gives to, petiole supports to leaf to face direct to the sunlight. That is help for the photosynthesis also. Okay, leaf is sessile when it has no petiole. The second നമ്മളിത് നോക്കുക, സെക്കൻഡ് പിക്ചർ നോക്കുക. പെറ്റിയോൾ ഇല്ലാതെ ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, ഷീത്തിലേക്ക് സ്ട്രക്ചർ പോലെ പെറ്റിയോളില്ലാതെ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ലീഫ് അങ്ങനെയുള്ള ആ സ്ട്രക്ചറിന് പറയുന്നത് സെസൈൽ ഫോം ഓഫ് ലീഫ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് പെറ്റിയോൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൻ്റെ എക്സാമ്പിളാണ് പീപ്പിൾ പ്ലാന്റ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് റിലീജിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെന്താണ്, കൂടുതലും ഓൾറെഡി വി നോ ദാറ്റ് ഇൻ ടെമ്പിൾസ് വി ഹാവ് പീപ്പിൾ ട്രീസ്.
അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം ഈ ട്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലോട്ട് ഓഫ് ലീവ്സ് ആണ്. അതുപോലെ തന്നെ ഫ്ലട്ടറിങ് ഓഫ് ലീവ്സ് ക്യാൻ ബി സീൻ ഇൻ ദീസ് പ്ലാന്റ്സ്. ഫ്ലട്ടറിങ് ഓഫ് ലീവ്സ് അറിയാലോ, അതായത് നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ സ്റ്റിപ്യൂൾസ് നോട്ട് പെറ്റ്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ the fluttering of leaves can be seen in this type of plants, okay, and they give more cooling effect, okay. അതുകൊണ്ടാണ് നമ്മൾ ആലിൻ്റെ അടിയിലൊക്കെ കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത്. പക്ഷെ കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന വേറെ ഒന്നും കൊണ്ടല്ല, they have more leaf, they can possess more leaves, so we get more oxygen from that, okay. The point is clear. Petiole, what do you mean by petiole? Okay, so going to the next slide, that is more details about the petiole. The petiole serves the following functions. Already I am telling that it hosts lamina so that it exposed to light. It allows the lamina to flutter in the wind and create cooling effect, okay. So the next important part of the leaf is the lamina or leaf blade. How beautiful structure, you can see that from the picture. Lamina is the green expanded part of the leaf which is the main seat of photosynthesis, okay. Petiole anengil slightly greenish aanu, but the leaf is green and the expanded part of the leaf aanu. Already expanded ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ പാർട്ടായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ സെൻറ്റർ ഓർ ദി മെയിൻ സീറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ്. There is usually a middle prominent vein called midrib. Already I am telling in the previous slide, that is a central position. I mark ചെയ്തിരിക്കുന്ന റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന that position is called midrib. They give support to the leaf they give support to the leaf, okay. And there are another more interconnections, veins, okay. Going to the next slide, leaf veins. We can study detailed in more about or detailed in leaf veins. That is, the veins serve the following two functions. Why veins? They provide rigidity and support to the blade, okay. They provide rigidity and support to the blade, okay. You know that if vein is not, the leaf will falling down. So they provide rigidity and support to the blade. They are the channels of transport of water, minerals and food materials, okay. We know that. Going to the next slide, venation. Venation means the arrangement of vein in the lamina is known as venation. And the expanded structure, അതായത് ലീഫിൻ്റെ മെയിൻ പാർട്ടായ ലാമിനയിൽ how the veins are arranged, that is called venation. Venation is of mainly of two types. That is reticulate venation and parallel venation. So അതായത് നമ്മൾ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സിലും ഡൈകോട്ടിലിഡൻ പ്ലാന്റ്സിലും രണ്ട് തരത്തിലാണ് ഈ venation കാണുന്നത്. That is the difference. Reticulate venation and parallel venation. Reticulate venation എന്ന് പറയുമ്പോൾ when the midrib and its branches make a network or reticulum on the lamina. ആ ഫസ്റ്റ് പിക്ചറിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് അത് പാരലൽ ആയിരിക്കത്തില്ല, ഒരുപാട് ലിങ്ക് കറക്റ്റ് ആ റെഡ് മാർക്കിൽ കണ്ടോ, അതായത് മിഡ്രിബിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് വെയിൻ കണക്ട് ചെയ്യുന്നു, അതിൽ നിന്നും വീണ്ടും സ്മോൾ ബ്രാഞ്ചസ് ആയിട്ട് വെയിൻസ് ദേ ആർ ഇന്റർ കണക്റ്റഡ്, ഓക്കെ. That type of structures are called or that type of venation is called reticulate venation. It's the characteristics of dicot planter. Parallel venation എന്ന് പറയുമ്പോൾ when the veins of the lamina runs parallel to one another. It is the characteristics of the monocot plants, okay.
monocot plants. ഇപ്പോൾ സാർ ആ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി monocot plant ആൻഡ് ഓൾസോ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ബനാന ട്രീയുടെ പിക്ചറാണ് സാർ അത് വരച്ചിരിക്കുന്നത് റെഡ് കളറിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് റിബ്, ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള മിഡ് റിബ് ഉണ്ട്, അതിനായിട്ട് പാരലായിട്ട് വെയിൻസ് പോയിരിക്കുകയാണ്. ഓക്കെ, so the next slide is types of leaves. What are the types of leaf? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിലുള്ള കട്ടിങ്, അതായത് ഇൻസിഷൻ. ആ ഫസ്റ്റ് പിക്ചറിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ഹിബിസ്കസിൻ്റെയാണ്, ചൈനീസ് റോസ് എന്ന് പറയുന്ന ഹിബിസ്കസ് ചെമ്പരത്തിയുടെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി ഇൻസിഷൻ, അതായത് കട്ടിങ്, ഈ ലീഫിലുള്ള കട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ലീഫ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ ടൈപ്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ലീഫിൻ്റെ കട്ടിങ്ങിൽ മെയിനായിട്ട് വരേണ്ടത് ഇത് അതായത് ടിപ്പ് പൊസിഷനിൽ മാത്രം, അതായത് റിബിലേക്ക്, മിഡ് റിബിലേക്ക് കയറി വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കട്ടിങ് ഉണ്ടെങ്കിൽ അതിന് വേറൊരു പേരാണ് പറയുന്നത്. മിഡ് റിബ് വരെ എത്താത്ത കട്ടിങ്ങിന് വേറൊരു പേരാണ് പറയുന്നത് ലീഫിന്. ഓക്കെ, മിഡ് റിബ് എന്ന് പറയുമ്പോൾ സെൻട്രൽ വെയിൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലീഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഫ് എന്ന് പറയുന്ന എക്സ്റ്റിപ്പുലേറ്റ്, അതായത് നോ സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഈ സ്റ്റെം ലൈക്ക് സ്ലൈറ്റ്ലി ഗ്രീനിഷ് ആയിട്ടുള്ള ആ സ്ട്രക്ചർ ഇല്ലാത്ത ലീവ്സ് ഉണ്ടാകും. അതിനെയാണ് എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്, നോ സ്റ്റിപ്പുലേറ്റ്. ഇനി അടുത്ത സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോസിലേക്ക് നോക്കിയേ, ആ റെഡ് കളറിൽ സാർ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഈ സ്റ്റിപ്യൂൾ തുടങ്ങുന്ന പാർട്ടിൽ അതിന് മുമ്പായിട്ടൊരു വേറൊരു ലീഫ് ലൈക്ക് അല്ലെങ്കിൽ ചെറിയൊരു കവറിങ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതിനാണ് എക്സാമ്പിളാണ് റോസ് എന്ന് പറയുന്നത്. സെസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പെറ്റിയോൾ, അതായത് നോ പെറ്റിയോളാണ് ഈ സെസൈൽ ലീവ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസ്പിക് വേസ്, ഇത് സാർ പറഞ്ഞില്ല ഓൾറെഡി. അപ്പോൾ അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചറിൽ കാണുന്നത് പോലെ, നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ അറിയാം, ആ പിക്ചറിൽ അതായത് സ്റ്റെമ്മിനെ കവർ ചെയ്തുകൊണ്ട് ലീഫ് വരുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ ക്ലാസ്പിംഗ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ടൈപ്സ് ഓഫ് ലീഫ്, അതായത് ഇത് നേരത്തെ നമ്മൾ പഠിച്ചത് ഇൻസിഷൻ, അതായത് ലീഫിലുള്ള കട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലീഫ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇതാണ് ടൈപ്സ് ഓഫ് ലീവ്സ്, അതായത് ഇൻസിഷൻ, കട്ടിങ്ങിൻ്റെ ഷേപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയായിരുന്നു? സ്റ്റിപ്പുലേറ്റ് ആൻഡ് സെസൈൽ, ക്ലാസ്പിംഗ് ബേസ്. സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീഫ്, അതായത് നമ്മുടെ പെറ്റിയോൾ ഉണ്ടാവും. മറ്റേ സ്റ്റിപ്പുലേറ്റിൻ്റെ പിക്ചറിൽ നോക്കിയാൽ റോസിൻ്റെ അവിടെ ആ ബേസ് തുടങ്ങുന്ന പാർട്ടിൽ ആ റെഡ് പോർഷൻ ഇല്ല, കവറിങ് പോർഷൻ, അതില്ലാത്തതാണ് നോ സ്റ്റിപ്പുലേറ്റ് അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്. അതുള്ള പൊസിഷൻ അല്ലെങ്കിൽ അതുള്ള ലീഫിനെയാണ് നമ്മൾ സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്. ഇനി സെസൈൽ എന്താണെന്ന് കണ്ടല്ലോ. സെസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിയോൾ ഇല്ലാത്ത, അതായത് ഒരു ദണ്ട് കണക്കിന്, ഒരു വടി കണക്കിന് ലീഫിൽ നിന്ന് റൈസ് ചെയ്യുന്ന പാർട്ടില്ലാത്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ സെസൈൽ ലീഫ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസ്പിംഗ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മിനെ കവർ ചെയ്തുകൊണ്ട് ലീഫ് റൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ക്ലാസ്പിംഗ് ബേസ്. സോ types of leaves, this is the common differentiation of the leaves. Leaves are mainly classified into two groups, that is simple leaves and compound leaves. Simple leaves means lamina is entire, or if incised, incision do not reach in the middle. അതായത് ലാമിന ഇസ് എൻറ്റയർ. ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് എൻറ്റയർലി കാണാനായിട്ട് സാധിക്കും. അതായത് അതിൽ മുറിവ് അല്ലെങ്കിൽ ഡിവിഷൻ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇനി ഡിവിഷൻ ഉണ്ടെങ്കിൽ
ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് മിഡ്രിബ് വരെ എത്തത്തില്ല. മിഡ്രിബ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ പോർഷൻ, അതായത് ആ നടുക്കത്തെ വെയിൻ, പെർമനൻ്റ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള വെയിൻ്റെ അറ്റം വരെ ഈ കട്ടിങ്സ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള ലീവ്സിന് പറയുന്ന പേരാണ് സിമ്പിൾ ലീവ്സ്. ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് മീൻസ് ലാമിന ഈസ് incised down to the midrib, cutting the leaf into small segments called leaflets. ഉദാഹരണത്തിന് we can take an example, that is coconut tree leaves. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ അറിയാം മിഡ്രിബ് വരെ വന്ന് കട്ടിങ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലീഫ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഫ് ആയിട്ട് തോന്നിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ലീഫിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് ലീഫ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് പിന്നേറ്റലി കോമ്പൗണ്ട് ലീവ്സ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ പാം നമ്മൾ കൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ കൈവിരലുകൾ കൂട്ടി നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുന്നു അതിനിടയ്ക്ക് ഓരോ ഡിവിഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ദേ ആർ ലുക്ക് ലൈക്ക്, ദാറ്റ് ഈസ് കോൾഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. അതായത് ഒരു സ്റ്റെമ്മിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ആക്സിലറി ബഡിൽ നിന്നും, അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്നും ലീഫ്, അതായത് ഒന്നിൽ കൂടുതൽ ലീഫ് എറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയും. പിന്നേലി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ദ ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി റാച്ചീസ്. റാച്ചീസ് മീൻസ് വേറെ ഒന്നുമല്ല, മിഡ്രിബിൽ നിന്ന് തന്നെ എറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓൾ അലോങ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ദ leaflets are arranged on either side of the rachis all along its length. അതായത് വളരെ ലെങ്തി ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും മിഡ്രിബ് എന്ന് പറയുമ്പോൾ മെയിൻ പോർഷൻ, അതിനെയാണ് റാച്ചീസ് എന്ന്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് റാച്ചീസ്. The main center position of the leaf is called midrib. Laminal central position is called midrib. മിഡ്രിബിൻ്റെ ഏതർ സൈഡിലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിന്നേറ്റലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, going to the next slide. Different leaves. Please look at the pinnately compound leaves. Example നമ്മുടെ മുരിങ്ങയിലെയും അതൊക്കെയാണ് എക്സാമ്പിൾ. ഈ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയ ഒരു സ്റ്റെമ്മാണ്, അതിൽ നിന്നും 1 2 3 4 5 6 7 ലീവ്സ് ഒരേ സ്റ്റെമ്മിൽ നിന്നാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. ഇനി അടുത്തതെന്ന് നോക്കിയേ, പിന്നേറ്റ്ലി ട്രൈഫോലിയേറ്റ്, പാമേറ്റ്ലി ട്രൈഫോലിയേറ്റ്. ഇത് രണ്ടും നോക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും ഒരേപോലെ തോന്നും. പക്ഷേ പിന്നേറ്റ്ലി ട്രൈഫോലിയേറ്റ് കണ്ടോ, ദേ ആർ നോട്ട് ഫ്രം സെയിം സ്റ്റെം. അതായത് ഒരു സ്റ്റെമ്മിൽ നിന്നല്ല, ഒരെണ്ണത്തിനിടയ്ക്ക് റെഡ് കളറിൽ സാധനം മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ പിന്നേറ്റ്ലി ട്രൈഫോലിയേറ്റിൻ്റെ അവിടെ, അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ പാമേറ്റ്ലി ട്രൈഫോലിയേറ്റിൽ എല്ലാം ഒരു സ്റ്റെമ്മിൽ നിന്നാണ്, ഒരേ സ്റ്റെമ്മിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ദാറ്റ് ഈസ് ഫില്ലോടാക്സി. ഒരു ടേമാണത്. ഫില്ലോടാക്സി എന്താണെന്നുള്ളത്, ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് ഫില്ലോടാക്സ്. അതായത് ലീവ്സ് എങ്ങനെയാണ് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ രീതി വെച്ചിട്ട് അതിനെയാണ് പറയുന്നത്, ആ രീതിക്കാണ് പറയുന്നത്. ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ബ്രാഞ്ച് ഈസ് കോൾഡ് സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് ദി ഫോളോവിങ് ടൈപ്സ്, മെയിൻലി 3 types: alternate, opposite and whole red. ഓക്കെ, ഹോൾഡ് അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയും, വേൾഡ് ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇതായാലും 3 തരത്തിലുണ്ട് നമ്മുടെ ഫില്ലോടാക്സി. അതായത് ഹൗ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് ഫില്ലോടാക്സി. ഇറ്റ് ഈസ് ഓഫ് ദി ഫോളോവിങ് ടൈപ്സ്: alternate, opposite, whole red. What you mean by alternate? Alternate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a single leaf arrays at a node, the phyllotaxy is alternate. അതായത് ഇതാ നോക്കിയ ഫസ്റ്റ് ഹിബിസ്കസിൽ നമ്മൾ നോക്കിയേ
അതായത് ഒന്നിന് ഇടവിട്ടായിട്ട് ലീഫ് അറൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിടവിട്ട് ലീഫ് അറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റ് എന്ന് പറയാം. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ലീഫ് എന്ന് വേണേൽ പറയാം, ഒന്നിടവിട്ട് വരുന്നതിന്. അതിന് എക്സാമ്പിളാണ് ഹിബിസ്കസ്, മാംഗോ, നമുക്ക് എല്ലാവർക്കും അറിയാം. മസ്റ്റാർഡിൻ്റെ നോക്കിയാൽ മസ്റ്റാർഡ് ഒന്നിടവിട്ട് വരികയാണ്. സൺഫ്ലവർ ഓൾസോ വി നോ ദാറ്റ് ദി എക്സാമ്പിൾസ്. ആൻഡ് ദി സെക്കൻഡ് ഈസ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, രണ്ട് സൈഡിലായിട്ട് വിപരീതത്തിൽ വരുന്നു. വെൻ ടു ലീവ്സ് അറൈസ് അറ്റ് എ നോഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ദ ഫിലോടാക്സി ഈസ് ഓപ്പോസിറ്റ്. എക്സാമ്പിളാണ് കെലോട്രോപ്പീസ്, മിൻറ്റ് ആൻഡ് ഗുവ. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്ന പ്ലാന്റ്സ് ആണ്. മിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിന. ഓക്കെ, ദെൻ ദി ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരളിയാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. മറ്റേത് നമ്മുടെ തണ്ണിക്ക എന്ന് പറയുന്നത്. ഓക്കെ, നീരിയം ആൻഡ് അൾസ്റ്റോണിയ ഫെൽഗാരിസ് എന്നൊക്കെ പറയും. ഓക്കെ, വെൻ മോർ ദാൻ 2 leaves arise at a node the phyllotaxy is whole. ഓക്കെ, അതായത് ഒരു നോഡിൽ നിന്നും 2 leaves അറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരേ നോഡിൽ നിന്നും നോക്കി എത്ര എണ്ണമാണ് ഇവിടെ അൾസ്റ്റോണിയയിൽ നമ്മുടെ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയ 7ഓളം ലീഫ് ഒരേ നോഡിൽ നിന്നും തന്നെ റൈസ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സീ ദ പിക്ചർ. ഓൾട്ടർനേറ്റ് ലീവ്സിന് എക്സാമ്പിളാണ് നോക്കിയേ. ഹോൾഡ് ലീവ്സ് നോക്കിയേ. ഓൾട്ടർനേറ്റ് ലീവ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട് വരുന്നു. ഓൾറെഡി എന്ന് പറയുമ്പോൾ ഒരേ നോഡിൽ നിന്ന് തന്നെ മോർ ദാൻ 2 leaves. അതിന് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ 2 തരത്തിലുണ്ട്. ഓപ്പോസിറ്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ ദിശയിൽ ഒരേ ആംഗിളിൽ വരുന്നത്. അപ്പോൾ ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടും ഒരേ ദിശയിൽ തന്നെ വരുന്നു. രണ്ടാമത്തെ ഓപ്പോസിറ്റ് ലീവ്സ് തന്നെ ഡിക്യുസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആംഗിൾ നോക്കിയാൽ 90 ഡിഗ്രി ആംഗിളും ആയിരിക്കും. ബട്ട് സൈഡ് വ്യത്യസ്തമായിരിക്കും. ഒരെണ്ണം നേരെയാണെങ്കിൽ ഒരെണ്ണം ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും. ബട്ട് ആംഗിൾ അവർ കീപ്പ് ചെയ്യും, 90 ഡിഗ്രി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ലീവ്സ് ഡിക്യുസേറ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. മോഡിഫിക്കേഷൻസ് ഓഫ് ദി ലീഫ്. വാട്ട് ആർ ദി മോഡിഫിക്കേഷൻ ഓഫ് ദി ലീഫ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 തരം മോഡിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്, ടെൻഡ്രിൽസ് ആൻഡ് ഓൾസോ ദി സ്പൈൻസ്. Tendrils ഒക്കെ ഓൾറെഡി വി ആർ ഡിസ്കസ്ഡ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. Tendrils എന്ന് പറഞ്ഞാൽ ഫോർ ക്ലൈംബിംഗ് plants have different modification. The tendril, special structure for climbing, it is present on the leaf. It can be said to be leaf tendril. So leaves are modified for various special functions. Following are some of leaf modification, that is tendrils. Example ആണ് പൈസം സറ്റൈവം അറിയാമല്ലോ നമുക്ക്. പീ പ്ലാന്റ്സിലൊക്കെ 2 തരം, ലതൈറസ് എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്. 2 തരം പീ പ്ലാന്റിലും ലീഫ് ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പ്രത്യേക സ്പൈറലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള പോർഷനാണ് എന്തെന്ന് പറയുന്നത് ടെൻഡ്രിൽസ്. ഓൾറെഡി സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ദീസ് ടെൻഡ്രിൽസ് ഈസ് ഫോർ ക്ലിംബിംഗ് അപ്പ് ദി സപ്പോർട്ട് ഓർ. ഓക്കെ, ഗോയിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സ്പൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒപ്പൂഞ്ചിയയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒപ്പൂഞ്ചിയയിൽ ഈ ഓൾറെഡി ലീഫാണ് സ്പൈൻസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്പൂഞ്ചിയൊക്കെ കാണുന്നത് നമുക്കറിയാം ഡ്രൈ ആയിട്ടുള്ള റിജിഡ് ഏരിയാസിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈൻസ് ആയിട്ട് ലീഫ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, for reducing the loss of water through transport in arid plants, leaves are modified into spines. These spines are also made for defense. ഓക്കെ, ഇത് ഡിഫെൻസിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാമത്തേൽ ഒപ്പൂഞ്ചിയ, രണ്ടാമത്തേത് അലോവേറ. നമുക്കറിയാം കറ്റാർ വാഴയിൽ ഇത് ഫ്ലഷി ആയിട്ടുള്ള ലീഫ് തന്നെയാണത്. അതിൽ സൈഡിലായിട്ട് സ്പൈൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സാങ്തോകാർപ്പം, സൊലാനം സാങ്തോകാർപ്പം. അപ്പോൾ ഇതും സ്പൈൻസ് എന്ന് പറയുന്ന ലീഫിൻ്റെ മോഡിഫിക്കേഷന് എക്സാമ്പിളാണ്. സോ സീ ദ പിക്ചേഴ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻ ഓഫ് ദി സ്പൈൻ മോഡിഫിക്കേഷൻസ് ഇൻ ലീവ്സ്. സിസിഫസ് ആൻഡ് അക്വേഷ്യ. നമുക്കറിയാം നെല്ലിക്കയുടെ ലീഫാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ
സ്റ്റെമ്മിലാണ് സ്പൈൻസ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. സ്റ്റെമ്മിനും അതായത് ലീഫ് അറൈസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അതേ നോഡിൽ നിന്ന് തന്നെയാണ് ഈ സ്പൈൻസും അറൈസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതൊരെണ്ണമാണ് ഫില്ലോഡ്. For carrying out photosynthesis, our leaves are small and ephemeral. The petiole is expanded to carry out photosynthesis. Okay, photosynthesis and leaves are small and ephemeral. Ephemeral എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റെമ്മ് തന്നെ, അതായത് പെറ്റിയോളാണ് ഈ അക്കേഷ്യയിൽ നമുക്കറിയാം. എഫീമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫീമറലിൻ്റെ ടേം മീൻസ് ഇത് ഈ ലീഫ് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ നമുക്കറിയാം ഇല പൊഴിയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ വർഷത്തിൽ ഒരിക്കലാണ് ഇല പൊഴിയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചിലപ്പോൾ മാസത്തിൽ പൊഴിഞ്ഞു പോകാം, ഓരോ മാസം കൂടുമ്പോൾ പൊഴിഞ്ഞു പോകാം. പക്ഷേ ഇത് പെർമനൻറ്റ് സ്ട്രക്ചർ അല്ല. അങ്ങനെയുള്ള പ്ലാന്റ്സിൽ കാണുന്ന ലീഫ് സ്ട്രക്ചറാണ് ഈ ഫില്ലോഡ് എന്ന് പറയുന്നത്. എഫീമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സ്റ്റേ ഫോർ എ ലോങ് ടൈം. അതിനാണ് നമ്മൾ എഫീമറൽ എന്ന് പറയുന്നത്. പെറ്റിയോൾ ഈസ് എക്സ്പാൻഡഡ് ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അക്കേഷ്യ എന്ന് പറയുന്ന അക്കേഷ്യ മാഞ്ചികമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അക്കേഷ്യയിൽ പോകാമെന്ന് പറഞ്ഞ് താഴേക്ക് ഉണങ്ങി വീഴുന്ന ഒരു സ്ട്രക്ചർ. അതാണ് ശരിക്കും അതിൻ്റെ ലീഫ്. ഈ പച്ച കളറിൽ കാണുന്നത് ഇത് മുഴുവൻ അതിൻ്റെ പെറ്റിയോളാണ്. പെറ്റിയോൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പാൻഡഡ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെമ്മ് പോലത്തെ സ്ട്രക്ചർ. ഡോണ്ട് മിസ്റ്റേക്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ ലീഫ്. ഇറ്റ് ഈസ് നോട്ട് ദ ലീഫ്. ലീഫ് ഈസ് ജസ്റ്റ് സ്റ്റേ ഫോർ some times. Okay, after that they fall into the ground and grow as next plant. Okay, an example ആണ് acacia auriculiformis. Okay, ഇനി അടുത്തൊരു മോഡിഫിക്കേഷനാണ് ലീഫിൻ്റെ പിക്ചർ ഫോംസ്. പിക്ചർ Nepenthes and Sarracenia, you have to know about that the plant well. അതായത് നമ്മുടെ ഇൻസെക്റ്റിനെയും അതുപോലെ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ വിഴുങ്ങാൻ കഴിവുള്ള പ്ലാന്റ്സാണിത്. ലീഫാണ് അതിൻ്റെ മോഡിഫൈ ആയിട്ടുള്ളത്. അത് അറിയാമല്ലോ, റാറ്റിൻ്റെ സെക്കൻഡ് പിക്ചർ ഒന്ന് നോക്കിയാൽ റാറ്റ് അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴുതി അതിലേക്ക് വീഴും. അതിനകത്തൊരു ആസിഡ് സ്ട്രക്ചർ ഉണ്ട്, വഴുവഴുപ്പുള്ള അമിനോ ആസിഡ് കോമ്പൗണ്ട്സ് ആണ്. ദാറ്റ് വിൽ ഡൈജസ്റ്റ് ദി ഇൻസെക്ട്സ് ആൻഡ് അതർ ഓർഗാനിസംസ്. അപ്പോൾ അത് ഫോർ ക്യാപ്ചറിങ് ആൻഡ് ഡൈജസ്റ്റിംഗ് ഇൻസെക്ട്സ് ആൻഡ് സ്മോൾ ആനിമൽസ്, ഫുഡ് സ്റ്റോറേജ്. അപ്പോൾ ദേ ആക്ട് ആസ് ഫുഡ് സ്റ്റോറേജ് ഇൻ സം പ്ലാന്റ്സ്. എക്സാമ്പിളാണ് Nepenthes and Sarracenia. ഇതൊന്നും നിങ്ങളുടെ NCERT ടെക്സ്റ്റിലില്ല, ബട്ട് യു ഹാവ് ടു നോ അബൌട്ട് ദാറ്റ് ബിക്കോസ് യു ആർ try for a competitive exam, so you have to study this structure also. So the next slide is modifications of the leaf, that is for food storage. ഫുഡ് സ്റ്റോറേജിൽ നമുക്കറിയാം ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒനിയനിലും ഗാർലിക്കിലും ഒക്കെ ലീഫാണ് ഫ്ലഷി മീറ്റായിട്ട് അല്ലെങ്കിൽ ഫ്ലഷി ലീഫാണ് കാണുന്നത്. അപ്പോൾ ഒനിയൻ ആൻഡ് ഗാർലിക് ലീവ്സ് ബിക്കം ഫ്ലഷി വിത്ത് സ്റ്റോർഡ് ഫുഡ്. നോക്കിയാൽ ആ ലീഫിൻ്റെ, അതായത് നമ്മൾ ഉള്ളിയുടെ അരിയുന്നതെല്ലാം ലീഫാണ്. ശരിക്കും അത് സ്റ്റോറേജ് ഓഫ് ഫുഡായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് റീപ്രൊഡക്റ്റീവ് ലീവ്സ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി വി നോ ദാറ്റ് വി സ്റ്റഡീഡ് ഇൻ ദി 10th സ്റ്റാൻഡേർഡ് ഓൾസോ. ബഡ്സ് റൈസിങ് ഓൺ ദി ലീവ്സ് ഹെൽപ്പ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എക്സാമ്പിളാണ് ബ്രയോഫില്ലം. ഓക്കെ, അടുത്തത് സക്യുലൻ്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീവ്സ് ഫ്ലഷി ആൻഡ് സ്വലൻ ഫോർ സ്റ്റോറേജ് ഓഫ് വാട്ടർ, മ്യൂസിലേജ് ആൻഡ് മെറ്റീരിയൽ മെയിൻലി ഫൗണ്ട് ഇൻ സലൈൻ ആൻഡ് സിയോഫാറ്റിക് ഹാബിറ്റാറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സലൈൻ ഹാബിറ്റാറ്റിലാണ് ഇത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് കാണപ്പെടുന്നത്. ഇത് ആക്ടിങ് ആസ് സ്റ്റോറേജ് ഓഫ് വാട്ടർ ആൻഡ് മ്യൂസിലേജ് ഫോർ ഫുഡ് മെറ്റീരിയൽ എക്സെട്ര. എക്സാമ്പിളാണ് അലോവേര, നമ്മുടെ കറ്റാർ വാഴ ആൻഡ് അഗാവെ, ബ്രയോഫില്ലം എക്സെട്ര. ഓക്കെ, സക്യുലൻ്റ് ലീഫ് അറിയാലോ, സക്യുലൻ്റ്. I hope all you understood the today's session, the leaf and its modification.
So once again watch the slides and write the notes on your notebook. I think Saturday I will check all the notes of yours. Okay, thank you, have a nice day.